എല്ലാരും എടുത്തിട്ടില്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ ബുക്കും കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്നൊരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ രാവിലെ ഒരു 6:30 ടൈമിലൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. നിസ്കാരം എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് പഠിക്കാനിരുന്നപ്പോൾ നല്ല ഉറക്കക്ഷീണം, നല്ല വിശപ്പും. അപ്പോൾ ഒരു ചായയും ബിസ്ക്കറ്റും എടുത്ത് കഴിക്കാൻ നിർത്തി. അങ്ങനെ ചായയും ബിസ്ക്കറ്റിൽ അങ്ങനെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോമോ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മോമോ ഞാൻ എഴുന്നേറ്റ് പോന്നാൽ തന്നെ അവൻ ഉറങ്ങൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനെ കുറച്ച് നേരം ഉറക്കാനും അങ്ങനെ കുറേ നേരം എൻ്റെ അതുമായിട്ട് പോയി. പിന്നെ ആൾ പറഞ്ഞു ഞാൻ തന്നെ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞു തന്നെ പോയി ബെഡിൽ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. അവന് വേഗം സൈഡാക്കിയിട്ട് വേഗം തന്നെ അയൺ ചെയ്യാൻ പോയിട്ടോ. പക്ഷേ ആളധികം നേരമൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല, വേഗം തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ അയൺ ചെയ്യലും എല്ലാം നേരം വൈകിട്ടാണ്. ഒരു 8 മണി ടൈമിലാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കണത്. 8:30 എനിക്ക് പോവുകയും വേണം. അപ്പോൾ അതിനെ വേഗം തന്നെ ഡ്രസ്സ് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്ത് വേഗം തന്നെ റെഡി ആവാൻ കരുതി. അപ്പോൾ ഫേസിൽ സ്കിൻ കെയർ മസ്റ്റാണ്. ഇപ്പോൾ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഒരുമാതിരി വരണ്ട് ലിപ്പും അതേ ഫേസും അതേ ഒരുമാതിരി ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മോയ്സ്ചറൈസറും ലിപ് ബാമും മാത്രം ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണതിന് തന്നെ നല്ല ചേഞ്ചസ്, ഡെയിലി അപ്ലൈ ചെയ്യണതുകൊണ്ട് തന്നെ നല്ല ചേഞ്ചസ് കാണാനുണ്ട്. അപ്പോൾ ഇനി ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. മോയ്സ്ചറൈസർ ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിഗ്മെൻറ്റേഷനുള്ള ലിപ്പും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്പും ആണെങ്കിൽ മാസ് ബൈ ആയിട്ടൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ലിപ് ബാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഭയങ്കര ലിപ്പ് ഡ്രൈ പിഗ്മെൻറ്റഡ് ആണ്, ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമാണെങ്കിൽ ഈ ലിപ് ബാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ മാഴ്സിൻ്റെ ഗേൾ പവർ എന്ന് പറഞ്ഞ ലിപ് ഷെയ്ഡാണ്, ലിപ് ക്രയോണാണ് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്, ലിപ് ക്രയോൺ ആണ് കേട്ടോ. നിങ്ങൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ക്രയോൺ ഒന്ന് വാങ്ങിച്ച് നോക്കാം. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ. ഇപ്പോൾ ലിപ്സ്റ്റിക് ആയാലും നേരത്തെ പറഞ്ഞ ലിപ് ബാം ആയാലും നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അഫോർഡബിൾ പ്രൊഡക്ട്സ് ആണ്. അങ്ങനെ ലിപ്സ്റ്റിക് ഇടലൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഫേസിൽ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി നമ്മളുടെ ഫേസ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഞാനത് മാത്രം വേറെ അപ്ലൈ ഒന്നും ചെയ്യുന്നില്ല ഫേസിൽ, ജസ്റ്റ് ഇത് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഒരുപാടൊന്ന് വരിടുന്നില്ല. എനിക്ക് ആ മോയ്സ്ചറൈസർ ഒന്ന് സെറ്റായിട്ട് ഇടണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾ ചുറ്റിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാച്ച് വലിയ സ്റ്റൈലിലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ സ്മാർട്ട് വാച്ച് ഹോളിൽ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ പോകുമ്പോൾ മാത്രം കെട്ടിയിട്ട് പോണതാണ്, അതിന് ചാർജ് പോലുമില്ല. അതാണ് സത്യാവസ്ഥ. കാണാൻ ഭയങ്കര സെറ്റപ്പാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞു, പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ എനിക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട് നമുക്ക് എക്സാം സെൻറ്ററിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു 8:30 ടൈമിൽ ഇറങ്ങിയാൽ തന്നെ എനിക്കൊരു ബ്ലോക്കും എല്ലാം കൂടി കഴിഞ്ഞൊരു 9 മണി കഴിയുമ്പോൾ എത്തും. പിന്നെ കുറച്ച് നേരം എനിക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കണം. എനിക്ക് വേഗം പോയി ചടപെടാന്ന് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ മോമോ ഇറങ്ങി വന്നിട്ടുണ്ട്. മോമോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ അവന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോയപ്പോൾ തന്നെ ഒന്ന് കുലുക്കി നോക്കുന്നുണ്ട്, പെട്രോൾ ഉണ്ടോ എന്ന്, വഴി കിടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ മോമോക്ക് ടാറ്റ് ബൈ ഉമ്മൊക്കെ കൊടുത്ത് അവൻ വീട്ടിൽ നിന്ന് നേരെ വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ പോകുന്നത് വാപ്പിയുടെ കടയിൽ കാണാൻ വേഗം പോയിട്ട് ഒരു ക്രീം ബൺ കഴിച്ചിട്ടുണ്ട്. മോമോ ഇങ്ങനെ എഴുന്നേറ്റ് ഇടക്കിടക്ക് നിന്നുകൊണ്ട് തന്നെ എനിക്കൊന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതും കുടിച്ചു കഴിച്ചിട്ട് വേഗം തന്നെ കോളേജിലെത്തിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഒരു 9 മണി 9:10 ആയപ്പോഴേക്കും കോളേജിലെത്തി. അപ്പോൾ കോളേജിലെത്തിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ലാസ്റ്റ് മിനിറ്റിലാണ് വന്നേ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് വീണ്ടും വാപ്പിയുടെ കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ആ ഒരു എക്സാം കഴിഞ്ഞതിന് ക്ഷീണമുണ്ടല്ലോ, രാവിലെ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ടും എക്സാം അറ്റൻഡ് ചെയ്ത് ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വന്നൊരു പപ്സ് എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകണ വഴിക്ക് തന്നെയാണ് വാപ്പിയുടെ ഷോപ്പ് വന്നിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് കഴിക്കാറുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ, ഉപ്പുമാവും കടലയായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ആ ഒരു പപ്സിലൊന്നും ഒതുങ്ങിയില്ല, പക്ഷേ വീട്ടിൽ കടയിൽ നിന്ന് അത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലൊന്ന് വേഗം ഉപ്പുമാവ് തട്ടാണ്. അന്നത്തെ ചോറ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും മോമോം കൂടി നസ്രിയ ഓം ശാന്തി ചാനൽ പറയുന്ന പോലെ നല്ലൊരു ഉറക്കം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാനും മോമോം കൂടി ബെഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ഫോളോ ചെയ്താൽ മതി, അതിൽ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.